നമ്മുടെ ടോപ്പിക് ഇൻകം ടാക്സ് ആണ്. ഇതിൽ നമ്മൾ 5 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻകം ടാക്സ്, ഹിസ്റ്ററി ഓഫ് ടാക്സേഷൻ, കോൺസെപ്റ്റ്സ് ഓഫ് ടാക്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, ടാക്സ് റേറ്റ് ഫോർ 2020-2021. ഫസ്റ്റ് നമുക്ക് ടാക്സ് എന്താണെന്ന് നോക്കാം. ടാക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഗവൺമെൻറ് ഇൻഡിവിജ്വൽസിൽ നിന്നും ഈടാക്കുന്ന ഒരു മാൻഡറ്ററി ഫീ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ചാർജിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഈ ടാക്സിനെ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ്, രണ്ടാമത് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ഈസ് ദ ടാക്സ് ലെവി ഡയറക്ട്ലി ഓൺ പേഴ്സണൽ ഓർ കോർപ്പറേറ്റ് ഇൻകം. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്ന ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ലയബിലിറ്റിയും ബേർഡൻ ഓഫ് ടാക്സും സെയിം പേഴ്സൻ്റെ മുകളിലായിരിക്കും. നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. സെക്കൻഡ്, ഇൻഡയറക്റ്റ് ടാക്സ്. Indirect tax is the tax levied on the price of a goods or services. അതായത് ഗുഡ്സോ സർവീസസിൻ്റെ പ്രൈസിൻ്റെ മുകളിൽ വരുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഒരു പെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. ആ പെന്നിൻ്റെ പ്രൈസ് 10 രൂപയാണെങ്കിൽ ആ ടാക്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് ആ പെന്നിൻ്റെ 10 രൂപ. അപ്പം നമ്മൾ ആ പെന്ന് വാങ്ങുമ്പോൾ നമ്മളവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യാണ്. എക്സാമ്പിൾ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, പിന്നെ സെയിൽസ് ടാക്സ്, കസ്റ്റം ഡ്യൂട്ടി. ഈ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ലയബിലിറ്റി ഓഫ് ടാക്സ് ഒരു പേഴ്സൻ്റെ മുകളിലും അതേപോലെ ബേർഡൻ ഓഫ് ടാക്സ് അനദർ പേഴ്സൻ്റെ മുകളിലും ആയിരിക്കും. ഇനി നമുക്ക് ഇൻകം ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഈ ഇൻകം ടാക്സ് ആനുവലി ആണ് കളക്ട് ചെയ്യുന്നത്. ഈ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു മേജർ സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഇതിൻ്റെ ഒരു മേജർ പോർഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഈ ഇൻകം ടാക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് യൂസ് എന്താണെന്ന് വിചാരിച്ചാൽ ഗവൺമെൻറ്റിന് ഫിനാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പബ്ലിക് സർവീസസും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നാണ്. ഇനി ടാക്സിൻ്റെ ഒരു 4 കോമ്പോണൻറ്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഇൻകം ടാക്സ് ആക്ട് 1961. ഈ ആക്ടിൽ എന്താ ഉള്ളതെന്ന് വിചാരിച്ചാൽ ഇൻകം ടാക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ആക്ടിൻ്റെ ഉള്ളിലുള്ളത്. സെക്കൻഡ്, ഇൻകം ടാക്സ് റൂൾസ് 1962. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഡയറക്റ്റ് ടാക്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മറ്റും ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്, അതായത് CBDT. തേർഡ് വൺ, ഫിനാൻസ് ആക്ട്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ എല്ലാ വർഷവും ഫിനാൻസ് മിനിസ്റ്റർ ഒരു ബഡ്ജറ്റ് പാസ് ചെയ്യും പാർലമെൻറ്റിൽ. ആ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ ക്ലിയറൻസിനായിട്ട് കൊടുക്കും. പ്രസിഡന്റ് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫിനാൻസ് ആക്റ്റായി മാറും. ഇനി ഫോർത്ത് വൺ, സർക്കുലാർസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. സർക്കുലാർസ് ആൻഡ് നോട്ടിഫിക്കേഷൻസിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഇൻകം ടാക്സ് ആക്ട് അല്ലെ പ്രൊവിഷൻസും റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് CBDT സർക്കുലാർസിലൂടെയും നോട്ടിഫിക്കേഷൻസിലൂടെയാണ് ഇഷ്യൂ ചെയ്യുക. അതാണ് സർക്കുലാർസ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ്. അത് ഫസ്റ്റ് ഫീച്ചർ പറയുന്നത് ഇൻകം ടാക്സ് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഇസ് എ ഡയറക്റ്റ് ടാക്സ്. സെക്കൻഡ് പറയുന്നത് അതൊരു ആനുവൽ ടാക്സ് ആണ്. ഇറ്റ് ഈസ് ആൻ ആനുവൽ ടാക്സ്. തേർഡ് പറയുന്നത് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഫോർത്ത് പറയുന്നത് ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് ആണ്. ടാക്സ് റേറ്റ് ഈസ് ഫിക്സ്ഡ് ബൈ ആനുവൽ ഫിനാൻസ് ആക്ട്. ഫിഫ്ത്ത് പറയുന്നത് ലീഗലായിട്ടോ ഇല്ലീഗലോ ആയിട്ടോ ജനറേറ്റ് ചെയ്ത ഇൻകം ആവട്ടെ അത് ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. ഇനി ഒരു 5 അഡ്വാൻറ്റേജസ് ആണ്. ആദ്യത്തെ അഡ്വാൻറ്റേജ് എക്കണോമിക്കൽ. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ഡയറക്റ്റ് ടാക്സ് എക്കണോമിക്കലി നോക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ലെസ് ആണ്. കാരണം അത് സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ കളക്റ്റും ചെയ്യുന്നതാണ്, ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് റിലേറ്റീവ്ലി ഇതിൻ്റെ കോസ്റ്റ് ഓഫ് കളക്ഷൻ എന്ന് പറയുന്നത്
ലെസ് ആണ്. സെക്കൻഡ് സെർട്ടനിറ്റി. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ ടാക്സ് പേയേഴ്സിന് അറിയാം അവർ എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത്, അതേപോലെ എന്തിൻ്റെ ബേസിസിലാണ് പേ ചെയ്യേണ്ടതെന്നും. അതേപോലെ ഗവൺമെൻറ്റിന് അറിയാം അവർ എത്ര എമൗണ്ട് ആണ് ടാക്സ് പേയേഴ്സിൽ നിന്നും കളക്ട് ചെയ്യേണ്ടത്. ഇതാണ് സെർട്ടനിറ്റിയിൽ പറയുന്നത്. ഇനി ഇക്വിറ്റി. ഇക്വിറ്റിയിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ടാക്സിനൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടാക്സ് റേറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ റിച്ച് പീപ്പിൾസിനാവുമ്പോൾ ഹയർ ഇൻകം ആയിരിക്കും. അപ്പോൾ ഹയർ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് റിച്ച് ആൻഡ് പുവർ പീപ്പിൾസ് എടുത്ത് നോക്കുമ്പോൾ റിച്ച് പീപ്പിൾസിൻ്റെ മുകളിലായിരിക്കും ടാക്സ് ബർഡൻ മോർ ആയിരിക്കുന്നത്. അതാണ് ഇക്വിറ്റിയിൽ പറയുന്നത്. 4, റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഹയർ ഇൻകം ഉള്ളവർക്ക് ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ റിച്ച് പീപ്പിൾസിന് ഹയർ ടാക്സ്, അവരുടെ ഹയർ ഇൻകത്തിൻ്റെ മുകളിൽ അവർക്ക് ഹയർ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇൻകവും വെൽത്തും തമ്മിലുള്ള ഇൻഇക്വാലിറ്റീസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നതാണ് റെഡ്യൂസിങ് ഇൻഇക്വാലിറ്റീസിൽ പറയുന്നത്. ഇനി സിവിക് കോൺഷ്യസ്നെസ്. സിവിക് കോൺഷ്യസ്നെസ്സിൽ എന്താ പറയുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടാണ് ഗവൺമെൻറ് നമുക്ക് പല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പബ്ലിക് സർവീസസും അതേപോലെ ഡെവലപ്മെൻറ്റ്സും നൽകുന്നത്. അപ്പം ഇതറിയുന്ന ഒരു സിറ്റിസൺ ആവുമ്പോൾ ആ സിറ്റിസൺ അയാളുടെ ടാക്സ് മറ്റും ഹോണസ്റ്റ് ആയിട്ട് പേ ചെയ്യും, ഡ്യൂസ് ഇല്ലാതെ പേ ചെയ്യും. അതാണ് സിവിക് കോൺഷ്യസ്നെസ്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. 4 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് അൺപോപ്പുലർ, അതായത് ഡയറക്റ്റ് ടാക്സ് ഡയറക്റ്റ് ആയിട്ട് പേഴ്സൻ്റെ മുകളിലാണ് ഇമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് അൺപോപ്പുലറിൽ പറയുന്നത്. ഇനി സെക്കൻഡ്, പോസിബിലിറ്റി ഓഫ് ടാക്സ് ഇവേഷൻ. ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് വെട്ടിക്കുക. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് ഇവേഷനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. തേർഡ് പറയുന്നത് ഇൻകൺവീനിയൻസ്. ഈ ഇൻകൺവീനിയൻസിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇതാണ് ഡയറക്റ്റ് ടാക്സിലുള്ള മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത് ടാക്സ് പേയേഴ്സിന് വല്ലാതെ ഇൻകൺവീനിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചില കേസിൽ അവർ ഒറ്റ ഇൻസ്റ്റാൾമെൻറ്റിൽ തന്നെ എൻറ്റയർ ടാക്സ് പേ ചെയ്യേണ്ട അവസ്ഥയാവും. ഇനി ഫോർത്ത് പറയുന്നത് അഡ്വേഴ്സ് ഇഫക്ട്സ് ഓൺ ദി വിൽ ടു വർക്ക് ആൻഡ് സേവ്. അതായത് ഇൻകം ടാക്സിൽ അതായത് ഹയർ റേറ്റ്സ് ഓഫ് ഇൻകം ടാക്സ് വരുമ്പോൾ അത് വർക്കേഴ്സിന് ഹാർഡ് വർക്ക് ചെയ്യാനും ഓവർ ടൈം വർക്ക് ചെയ്യാനും ഡിസ്കറേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ്, ഹിസ്റ്ററി, പ്രസന്റ് ആക്ട് ഓഫ് ഇൻകം ടാക്സ് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻസിൽ ഇത്രയേ പറയുന്നുള്ളൂ. എന്താ വെച്ചാൽ ടാക്സേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ടാക്സ് നമ്മളെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് കൊണ്ടാണ് നമുക്ക് പല പബ്ലിക് സർവീസസും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ഡെവലപ്മെൻറ്റ്സും ഗവൺമെൻറ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാക്സ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എക്കണോമീൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതേപോലെ തന്നെ ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. അത് റിമൂവ് ചെയ്യാനേ പറ്റില്ല. നമ്മുടെ ടാക്സ് സ്ട്രക്ചറിൽ 2 ടൈപ്പ് ഓഫ് ടാക്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നത്. അതിൽ ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ വരും. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഗുഡ്സോ സർവീസസിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സ്. അതിൻ്റെ എക്സാമ്പിൾ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടീസ്, GST ഒക്കെയാണ്. ഇനി നമുക്ക് ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്ററിയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1860 ഒരു ബ്രിട്ടീഷ് റൂളറാണ്. സർ ജെയിംസ് വിൽസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് റൂളറാണ് ഇൻകം ടാക്സ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നീട് 1860 to 1886 വരെയുള്ള പീരീഡിൽ ഇൻകം ടാക്സിൻ്റെ കേസിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സും ചേഞ്ചസും ഒക്കെ അവർ കൊണ്ടുവരാൻ നോക്കിയിരുന്നു. പിന്നീട് 1886 ഫസ്റ്റ് ആയിട്ട് ഒരു ഇൻകം ടാക്സ് ആക്ട് അവൈലബിൾ ആയി, ഇൻകം ടാക്സ് ആക്ട് എക്സിസ്റ്റ് ആയി. പിന്നീട് 1980
വേറൊരു ഇൻകം ടാക്സ് ആക്റ്റും കൂടെ പാസ്സായി. പക്ഷേ ആ 1918 ഇൻകം ടാക്സ് വളരെ കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇൻകം ടാക്സ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇൻകം ടാക്സ് ആക്ട് 1922 വന്നു. അത് പിന്നീട് 31 മാർച്ച് 1961 വരെ റിമെയിൻ ചെയ്തു. ഇനി പ്രസന്റ് ആക്ട്. പ്രസന്റ് ആക്ടിൽ എന്താ പറയുന്നത് വെച്ചാൽ ലോ കമ്മീഷൻ ആൻഡ് ഡയറക്റ്റ് ടാക്സ് എൻക്വയറി കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷനിലും ലോ മിനിസ്ട്രീൻ്റെ കൺസൾട്ടേഷനിലും ഒരു ബില്ല് ഫ്രെയിം ചെയ്തു. ആ ബില്ല് സെപ്റ്റംബർ 1961 ഫൈനലായിട്ട് പാസ്സായത്. പിന്നീട് 1 ഏപ്രിൽ 1962 ഹോൾ കൺട്രിയിലായിട്ട് ആ ഒരു ആക്ട് ഫോഴ്സ് ആയത്. ഈ 1961 ഇൻകം ടാക്സ് ആക്ടിൽ 298 സബ് സെക്ഷൻസും പിന്നീട് കുറേ സബ് സെക്ഷൻസും തൗസൻഡ്സ് ഓഫ് ഷെഡ്യൂൾസും റൂൾസും സബ് റൂൾസും ഒക്കെ ഉണ്ട്. ഇതിനെയെല്ലാം ആക്ട്സ് ആൻഡ് റൂൾസും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ഇനി നമ്മൾ ടാക്സ് മാനേജ്മെന്റ്. ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഈ ബിസിനസ് മാനേജ്മെന്റിൽ ടാക്സ് മാനേജ്മെന്റ് എന്തിനാ കൊണ്ടുവന്നതെന്ന് വിചാരിച്ചാൽ ഈ ടാക്സ് ലയബിലിറ്റി ബർഡൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ടാക്സ് മാനേജ്മെന്റിൽ വരുന്ന ഒരു 4 കാര്യങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ടാക്സ് പ്രോപ്പറായി മാനേജ് ചെയ്യാനുള്ള 4 കാര്യങ്ങൾ. ഒന്ന്, ഫയലിംഗ് ഓഫ് റിട്ടേൺ. സെക്കൻഡ്, മെയിൻ്റെനൻസ് ഓഫ് അക്കൗണ്ട്സ്. തേർഡ്, ഗെറ്റിംഗ് ദി അക്കൗണ്ട്സ് ഓഡിറ്റഡ്. ഫോർത്ത്, കംപ്ലൈയിങ് വിത്ത് ദി നോട്ടീസസ് ഓഫ് ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടെ പറയുന്നുണ്ട്, പേയ്മെന്റ് ഓഫ് അഡ്വാൻസ് ടാക്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. അതിൽ ഫസ്റ്റ് വൺ കോൺസെപ്റ്റ് ഓഫ് ഇൻകം. നമുക്കറിയാലോ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന് നമുക്ക് കിട്ടുന്ന റെഗുലർ പീരിയോഡിക് റിട്ടേൺ ആണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻകത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്ന്, ക്യാഷ് ഓർ കൈൻഡ്. ക്യാഷ് ഓർ കൈൻഡിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ആയി മാത്രം റിസീവ് ചെയ്യുന്നതല്ല, കൈൻഡ് ആയി റിസീവ് ചെയ്യുന്നതും ഇൻകം ആണ്. ഇവിടെ കൈൻഡ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ്, ഗവൺമെന്റ് തരുന്ന സർവീസസ് ആൻഡ് ഗുഡ്സ്, ഇതൊക്കെയാണ് കൈൻഡിൽ പെടുന്നത്. അപ്പൊ ക്യാഷ് ഓർ കൈൻഡ്, അതായത് ഇൻകം ക്യാഷ് ആയി റിസീവ് ചെയ്യുന്നതിന് മാത്രമല്ല നമ്മൾ ഇൻകം എന്ന് പറയുന്നത്, കൈൻഡ് ആയി റിസീവ് ചെയ്യുന്നതിന് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ ഓർ ഇല്ലീഗൽ ഇൻകം, അതായത് നമുക്ക് ലീഗലായിട്ടൊരു ബിസിനസ് നടത്തിയിട്ടായാലും ഇല്ലീഗലായിട്ടൊരു ബിസിനസ് നടത്തിയിട്ടായാലും അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് ടാക്സിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ടെമ്പററി ഓർ പെർമനൻറ്റ്, അതായത് നമുക്ക് ടെമ്പററി നേച്ചറിൽ കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ പെർമനൻറ്റ് നേച്ചറിൽ കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ, അതും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല, അതും ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. റെസീറ്റ് ബേസിസ് ഓർ അക്രൂവൽ ബേസിസ്, നമുക്ക് എറൈസ് ചെയ്യുന്ന ഇൻകം റെസീറ്റ് ബേസിസിലാവട്ടെ അക്രൂവൽ ബേസിസിലാവട്ടെ രണ്ടായാലും ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ടാക്സബിൾ ആണ്. പിന്നെ ഗിഫ്റ്റിൻ്റെ കേസ്, ഗിഫ്റ്റ് നമുക്ക് 50,000 വരെ ക്യാഷ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ്സ് ടാക്സബിൾ അല്ല, പക്ഷേ 50,000-ൻ്റെ മുകളിലായിട്ട് ക്യാഷ് ആയി കിട്ടുന്ന ഗിഫ്റ്റ്സ് ടാക്സബിൾ ആണ്. പക്ഷേ ഈ ഗിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ടാക്സിൻ്റെ കേസിൽ ഗിഫ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷനിൽ ഓരോന്നാണ്. ഇപ്പം നമുക്കൊരു മാരേജ് ഒക്കേഷനിലാണ് ഗിഫ്റ്റ് റിസീവ് ചെയ്യുന്നത് വിചാരിച്ചാൽ അത് ടാക്സബിൾ അല്ല. ലംസം ഓർ ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് നമുക്ക് കിട്ടുന്ന ഇൻകം ലംസം ബേസിസിലാവട്ടെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിലാവട്ടെ അതും ടാക്സബിൾ ആണ്. അടുത്ത ടോപ്പിക്ക് ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 24. ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് നമുക്ക് റിസീവ് ചെയ്യുന്ന പീരിയോഡിക്കായി റിസീവ് ചെയ്യുന്ന റിട്ടേണിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഈ ഇൻകത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. സെക്കൻഡ് വൺ, ഡിവിഡൻഡ്. തേർഡ് വൺ,
voluntary contributions received by a trust. Fourth one, salary allowances, perquisites, etc. Fifth one, capital gain. Sixth one, winning from lottery, crossword puzzles. ഇനി നമുക്ക് ആസസി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ആസസി ഇതിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ആണ്. ആസസി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ടാക്സ് പെയർ, അതായത് ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ആസസി എന്ന് പറയുന്നത്. അസസ്മെന്റ് ഇയർ, അടുത്ത ടോപ്പിക് അസസ്മെന്റ് ഇയർ, സെക്ഷൻ 2 സബ്സെക്ഷൻ 9. അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1st ഏപ്രിൽ. അപ്പോൾ ഈ 1st ഏപ്രിൽ തൊട്ട് നെക്സ്റ്റ് ഇയർ 31st മാർച്ച് വരെയുള്ള 12 മന്ത്സിനെയാണ് നമ്മൾ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്. ഈ അസസ്മെന്റ് ഇയറിലാണ് നമ്മൾ പ്രീവിയസ് ഇയർത്തെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പ്രീവിയസ് ഇയർ എന്താണെന്നുണ്ട്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? അസസ്മെന്റ് ഇയറിന്റെ തൊട്ട് മുമ്പത്തെ വർഷത്തെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് എത്രയാ? 2020 2021. അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? 2019 2020. ഇനി ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ, എക്സ് സെറ്റപ്പ് ബിസിനസ് ഓൺ ജൂലൈ 20 2060. വാട്ട് ഈസ് ദ പ്രീവിയസ് ഇയർ ഫോർ ദി അസസ്മെന്റ് ഇയർ 2017 2018? അതായത് എക്സ് ജൂലൈ 20 2060 ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അസസ്മെന്റ് ഇയർ 2017 2018 നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ എന്താണെന്ന് ചോദിക്കുന്നത്. പറയാം, നമ്മുടെ അസസ്മെന്റ് ഇയർ ഇവിടെ എത്രയാണ് കൊടുത്തിട്ടുണ്ട്? എത്രയാ? 2017 2018. അപ്പോൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് എന്താ? തൊട്ട് മുമ്പത്തെ വർഷം 2060 2070. അത് ഇവിടെ ബിസിനസ് സെറ്റപ്പ് ചെയ്തത് ജൂലൈ 20 2060 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂലൈ 20 2060 ടു മാർച്ച് 31 2070 ആയിരിക്കും പ്രീവിയസ് ഇയർ. ഇനി നമുക്ക് പേഴ്സൺ എന്താന്ന് നോക്കാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 31. അപ്പോൾ പേഴ്സൺ എന്ന് പറയുന്നത്, പേഴ്സണിൽ ഒരു 7 കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഏതാ? ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹ്യൂമൻ ബീങ്, മെയിൽ ഓർ ഫീമെയിൽ, മൈനർ ഓർ മേജർ. സെക്കൻഡ് വൺ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അത് ഹിന്ദു ലോ പ്രകാരം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫാമിലി ബിസിനസ് ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് കർത്തയാണ്. തേർഡ് വൺ, കമ്പനി. കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യുന്ന ഒരു എത്നിറ്റിനെയാണ് നമ്മൾ ഫേം എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്ന ഒരു എത്നിറ്റിനെയാണ് നമ്മൾ ഫേം എന്ന് പറയുന്നത്. ഇനി അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഷോർട്ടായി പറഞ്ഞ AOP, ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, ഷോർട്ടായി പറഞ്ഞ BOI. അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ രണ്ടിലധികം ഇൻഡിവിജ്വൽസ് ഒരു ജോയിൻ ചെയ്തിട്ട് ഒരു കോമൺ പർപ്പസിന് വേണ്ടി ഇൻകം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നതിനെയാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ഇൻഡിവിജ്വൽസും ഉണ്ടാവും, നോൺ ഇൻഡിവിജ്വൽസും ഉണ്ടാവും. നോൺ ഇൻഡിവിജ്വൽസിൽ എന്തൊക്കെയാണ് പെടുക വെച്ചാൽ കമ്പനി, ഫേം ഒക്കെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റ് ഒക്കെ അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇനി ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ അതും 2 or more പേഴ്സൺസ് ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ബോഡി ഓഫ് ഇൻഡിവിജ്വലിൽ ഇൻഡിവിജ്വൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഹ്യൂമൻ ബീങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവിടെ നോൺ ഇൻഡിവിജ്വൽസ് ഇല്ല. ഇനി സിക്സ്ത് വൺ, ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ വരിക? മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, പോർട്ട് ട്രസ്റ്റ്, ഇതൊക്കെയാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. സെവൻത്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റീസ്, ഇവരെയൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്.
അപ്പോൾ പേഴ്സണിൽ വരുന്ന 7 കാറ്റഗറീസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ ആണ്. DC ആൻഡ് കമ്പനി ഫേം ഓഫ് മിസ്റ്റർ ഡസ്റ്റ് ആൻഡ് മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്നത് ഒരു ഫേം ആണ്. പിന്നെ മൈക്രോസോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ലോക്കൽ അതോറിറ്റി ആണ്. സ്വയം എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ABC ഗ്രൂപ്പ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലോക്കൽ അതോറിറ്റി ആണ്. DC ആൻഡ് കമ്പനി ഫേം ഓഫ് മിസ്റ്റർ ഡസ്റ്റ് ആൻഡ് മിസ്റ്റർ ക്ലീൻ എന്ന് പറയുന്നത് ഒരു ഫേം ആണ്. A joint family of Mr. Dirty, Mrs. Dirty and their son Mr. Dust and Mr. Clean എന്ന് പറയുന്നത് ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആണ്. പിന്നെ X and Y who are legal heirs of Z എന്ന് പറയുന്നത് an association of person ആണ്. ഇനി നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആൻഡ് ടോട്ടൽ ഇൻകം എന്താ നോക്കാം. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൻ്റെ അണ്ടറിൽ ഒരു 5 ഹെഡ്സ് ഉണ്ട്. അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സ് കമ്പൈൻ ചെയ്യുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നടത്തുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അതായത് ഇൻകത്തിൻ്റെ അണ്ടറിൽ വരുന്ന 5 ഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നമ്മൾ അണ്ടർ സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടും. ഹൗ ഇൻകം ടാക്സ് വിൽ ബി ചാർജ്ഡ് ബൈ ദി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് പറയുന്നത് ടാക്സബിൾ ഇൻകത്തിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് അലവൻസ് ഡിഡക്ഷൻ. സെക്കൻഡ് പറയുന്നത് ഡിഡക്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ, അതായത് എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് ഇൻകത്തിൻ്റെ അണ്ടറിൽ 5 ഹെഡ്സ് പറയുന്നുണ്ട്. ആ 5 ഹെഡ്സും കൂടെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സെറ്റ് ഓഫ് ലോസസോ ക്യാരി ഫോർവേഡ് ലോസസോ അൺഅബ്സോർബ് ഡിപ്രിസിയേഷനോ ലോസസോ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറയുമ്പോൾ അതായത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് ലോസ്, എന്തെങ്കിലും ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ പർട്ടിക്കുലർ ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്യാരി ഫോർവേഡ് ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 4 വർഷത്തേക്കോ അല്ലെങ്കിൽ 8 വർഷത്തേക്കോ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ചെയ്യുന്നതാണ് ക്യാരി ഫോർവേഡ് ലോസസ് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഓർ ടാക്സബിൾ ഇൻകം. ടാക്സബിൾ ഇൻകം എന്താ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും അണ്ടർ സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻസ് നടത്തുമ്പോഴാണ് നമുക്ക് ടാക്സബിൾ ഇൻകം കിട്ടുക. ഇനി നമ്മുടെ ടോപ്പിക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആസസീസിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ, സെക്കൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, തേർഡ് കമ്പനി, ഫോർത്ത് എവരി അതർ പേഴ്സൺ. നമുക്ക് ഇനി ടൈപ്സ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, സെക്കൻഡ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഈ റെസിഡൻറ്റ് ഇൻ ഇന്ത്യനെ പിന്നെ സബ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 2 ആക്കി തിരിച്ചിട്ടുണ്ട്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും ഉണ്ട്. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് പെയർ ഒരു റെസിഡൻ്റ് ആണ്.
അപ്പം നമുക്ക് ബേസിക് കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ എ ഇയർ ഈസ് 182 ഡേയ്സ് ഓർ മോർ. അതായത് പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. സെക്കൻഡ് പറയുന്നത് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ ദി ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രിസീഡിംഗ് ഇയേഴ്സ് ഈസ് 365 ഡേയ്സ് ഓർ മോർ ആൻഡ് 60 ഡേയ്സ് ഓർ മോർ ഇൻ ദ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇന്ത്യയിൽ സെക്കൻഡ് കണ്ടീഷനിൽ പറയുന്നത് ഇന്ത്യയിൽ ഫോർ പ്രീവിയസ് ഇയറിലായിട്ട് 365 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലായിട്ട് 60 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിരിക്കണം. ഈ രണ്ട് ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആണ്. ഇനി നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ അഡീഷണൽ കണ്ടീഷൻ തന്നത് നേരത്തെ നമ്മൾ ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ഹാസ് ബീൻ എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രീവിയസ് ഇയേഴ്സ്. അതായത് 10 പ്രീവിയസ് ഇയറിലായിട്ട് 2 ഇയേഴ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഹാസ് സ്റ്റേസ് ഇൻ ഇന്ത്യ ഫോർ അറ്റ്ലീസ്റ്റ് 730 days in 7 immediately preceding years. അതായത് 7 പ്രീവിയസ് ഇയറിലായിട്ട് 730 days എങ്കിലും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. ഇതാണ് രണ്ട് അഡീഷണൽ കണ്ടീഷൻ. ഈ അഡീഷണൽ കണ്ടീഷൻ ഇനി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഒരു ബേസിക് കണ്ടീഷനും ഈ രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി ഒരു ബേസിക് കണ്ടീഷനും ഏതെങ്കിലും ഒരു അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഇനി നോൺ റെസിഡൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോൺ റെസിഡൻറ്റ് ബേസിക് കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യില്ല. ബേസിക് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുമ്പോൾ നോൺ റെസിഡൻ്റ് ആണ്. ഇനി ഇവരുടെ ടാക്സബിലിറ്റി ആണ് പറയുന്നത്. റെസിഡൻറ്റിൻ്റെ കേസ് പറയാം. അതായത് a resident will be charged to tax in India on his global income, that is income earned in India as well as income earned outside India. അതായത് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആയിക്കോട്ടെ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആയിക്കോട്ടെ രണ്ടായാലും റെസിഡൻറ്റിൻ്റെ കേസിൽ ടാക്സബിൾ ആണ്. ഇനി നോൺ റെസിഡൻറ്റ് ആൻഡ് റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഈ കേസിൽ ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ മുകളിൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഫോറിൻ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ടോം ലെഫ്റ്റ് ഫോർ കാനഡ ഓൺ 15th May 2017. After staying in India for 10 years, he came back on 1st September 2019. Determine his residential status for the assessment year 2020-2021. അപ്പോൾ മിസ്റ്റർ ടോമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഇവിടെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അസസ്മെൻറ്റ് ഇയർ 2020-21 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മളിവിടെ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? ഇന്ത്യയിൽ 182 ഡേയ്സ് ഓർ മോർ സ്റ്റേ ചെയ്തിരിക്കണം. അപ്പം മിസ്റ്റർ ടോം 15th May 2017 കാനഡയിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ മുമ്പത്തെ 10 വർഷവും ഇന്ത്യയിൽ തന്നെ ആയിരിക്കുന്നു. അപ്പം നമ്മുടെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2020-2021. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ 10 വർഷം നോക്കുമ്പോൾ 10 വർഷം അതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം അതായത് പ്രീവിയസ് ഇയറിൽ ഓക്കെ എക്സാമ്പിൾ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാം. മിസ്റ്റർ ടോം ലെഫ്റ്റ് ഫോർ കാനഡ ഓൺ 15th May 2017. After staying in India for 10 years, he came back on 1st September 2019. Determine his residential status for the assessment year 2020-2021. അപ്പോൾ നമ്മൾ ടോമിൻ്റെ അസസ്മെൻറ്റ് ഇയറിലുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താ നോക്കാം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താ? 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1st September 2019
ടോം ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും ആ 1 സെപ്റ്റംബർ 2019 തൊട്ട് മാർച്ച് 31 വരെ നോക്കുമ്പോൾ 230 ഡേയ്സ് ടോം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോം എന്തായാലും ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ റെസിഡൻ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോക്കണം. അതിന് നമ്മൾ 2 അഡീഷണൽ കണ്ടീഷൻസാണ് നോക്കേണ്ടത്. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ എന്താ പറയുന്നത്? 10 പ്രീവിയസ് ഇയറിലായിട്ട് 2 ഇയേഴ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിരിക്കണം എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 2017 മുമ്പായിട്ട് 10 വർഷം ഇന്ത്യയിൽ സ്റ്റേ ആണ്. അപ്പോൾ 2020 വെച്ച് നോക്കുമ്പോൾ പ്രീവിയസ് ഇയർ 10 പ്രീവിയസ് ഇയറിൽ പ്രീവിയസ് എന്ന് പറയുന്നത് 2010 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് 10 വർഷത്തിൽ 10 പ്രീവിയസ് ഇയറിലായിട്ട് 2 ഇയേഴ്സ് ടോം ഇന്ത്യയിൽ സ്റ്റേ ആണെന്ന് നമുക്ക് മനസ്സിലായി. സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? 7 പ്രീവിയസ് ഇയറിലായിട്ട് 730 ഡേയ്സ്, അതും ടോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷനും ടോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോം റെസിഡൻറ്റ് ഇൻ ഇന്ത്യ തന്നെയാണ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും കൂടിയാണ് ടോം. ഇനി നമുക്ക് HUFൻ്റെ കേസ് നോക്കാം. നമ്മൾ ആദ്യം ഇൻഡിവിജ്വലിൻ്റെ കേസാണ് പറഞ്ഞത്. HUFൻ്റെ കേസിൽ റെസിഡൻറ്റിനെ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കാം. അതായത് HUFൻ്റെ കേസിൽ ഇന്ത്യയിലുള്ള റെസിഡൻ്റ് ആണോ എന്നറിയാൻ HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഓർ പാർഷ്യലി ഇന്ത്യയിലായിരിക്കണം. അതേപോലെ തന്നെ കറുത്ത 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? അതായത് HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. അതേപോലെ കറുത്ത 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റെസിഡൻ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അതിൻ്റെ കേസ് പറയുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് HUF ഫുള്ളി ഓർ പാർഷ്യലി ഇൻ ഇന്ത്യ ആയിരിക്കണം. അവിടെ 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തേർഡ് കേസ് പറയുന്നത് നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻറ്റിൻ്റെ കേസിൽ എന്താണ്? അവരുടെ HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. A HUF in Gujarat carries on a business of export of textile goods to Dubai, and for this purpose it has an office in Dubai which is managed by the younger brother of Karta. Karta resides in India permanently but visits Dubai occasionally. Policy decisions are taken by the Karta. Determine the residential status of HUF. അപ്പോൾ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നമ്മൾ നോക്കണ്ടേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് HUFൻ്റെ ബിസിനസ് ഗുജറാത്തിലാണ്. അപ്പോൾ ബിസിനസ് ഇന്ത്യയിലാണ് നടക്കുന്നത്. പിന്നെ ദുബായിത്തെ ഓഫീസ് കൺട്രോൾ ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നത് കർത്തേൻ്റെ ബ്രദറാണ്. പിന്നെ പറയേണ്ടത് കർത്ത ഇന്ത്യയിൽ പെർമനൻ്റ് ആയിട്ട് തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. വല്ലപ്പോഴേ ദുബായി പോകുന്നുള്ളൂ. പിന്നെ കർത്തയാണ് പോളിസി ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് ഇന്ത്യൻ കമ്പനി, അതായത് HUFൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കാരണം HUF പെർഫോം ചെയ്യുന്നത് ഗുജറാത്തിലാണ്. പിന്നെ പറയുന്നത് 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കർത്ത ഇന്ത്യയിൽ തന്നെയാണ് പെർമനൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 2 അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ HUF ഒരു റെസിഡൻ്റ് ആണ്. ഇനി തേർഡ് കമ്പനീൻ്റെ കേസിൽ എങ്ങനെ റെസിഡൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. എന്നാൽ ചില ഫോറിൻ കമ്പനീനെയും ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതെപ്പോഴാണ് വെച്ചാൽ ആ ഫോറിൻ കമ്പനീൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ അതും ഒരു റെസിഡൻറ്റ് കമ്പനി ആയിട്ടാണ് കൂട്ടുക. ഇനിയിപ്പോൾ കമ്പനീൻ്റെ ഓപ്പറേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് നോൺ റെസിഡൻ്റ് ആണ്. ഫോർത്ത് പോയിന്റ് എവരി അതർ പേഴ്സണിൽ വരുന്നത് ഫേം, BOI ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, AOP അസോസിയേഷൻ ഓഫ് പേഴ്സൺ.
ഇവരെ കേസിലും റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുക വെച്ചാൽ, റെസിഡൻ്റ് ആണെങ്കിൽ അവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കും, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കും. ഇനി നമ്മുടെ ടോപ്പിക് ടാക്സ് റേറ്റ്. ടാക്സ് റേറ്റ് അതായത് ഒരു വെൽ ഡിഫൈൻഡ് ടാക്സ് റേറ്റ് സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ ഇൻകം ടാക്സിന്. അപ്പോൾ ഇൻഡിവിജ്വൽ ടാക്സ് പേയേഴ്സിനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ ബിലോ ദ ഏജ് ഓഫ് 60 ഇയേഴ്സ്, 60 വയസ്സിൻ്റെ താഴെ വരുന്ന ഇൻഡിവിജ്വൽ. എ സീനിയർ സിറ്റിസൺ എബവ് ദ ഏജ് ഓഫ് 60 ഇയേഴ്സ് ബട്ട് ബിലോ ദ ഏജ് ഓഫ് 80 ഇയേഴ്സ്. അതായത് 60ൻ്റെയും 80ൻ്റെയും ഇടയിൽ വരുന്നവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ്, എ സൂപ്പർ സീനിയർ സിറ്റിസൺസ് എബൌട്ട് 80 ഇയേഴ്സ് ഓഫ് ഏജ്, 80 വയസ്സിൻ്റെ മുകളിൽ വരുന്ന സിറ്റിസൺ, അതായത് സൂപ്പർ സീനിയർ സിറ്റിസൺസ്. ഇനി ഒരു ചെറിയ ടോപ്പിക്കാണ് സർചാർജ്. സർചാർജ് പറഞ്ഞാൽ എന്താണ്? ടാക്സിൻ്റെ മുകളിൽ വരുന്ന അഡീഷണൽ ടാക്സിനെയാണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്, ടാക്സ് ഓൺ ടാക്സ്. ഇനി സെസ് എന്ന് പറയുന്നത് അതും ഒരു അഡീഷണൽ ടാക്സ്, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള അഡീഷണൽ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ സെസ് ആൻഡ് സെക്കൻഡറി ഹയർ എഡ്യൂക്കേഷൻ സെസ്. എഡ്യൂക്കേഷൻ സെസ്, ഇൻകം ടാക്സിൻ്റെ മുകളിലുള്ള എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 2%, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 1% ആണ്. ഇനി ടാക്സ് സ്ലാബ്, അത് അസസ്മെൻറ്റ് ഇയർ 2021-22 ടാക്സ് സ്ലാബ് ആണ്. ഇത് ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ് പറയുന്നത്, അതായത് 60 വയസ്സിൻ്റെ താഴെ വരുന്ന ഇൻഡിവിജ്വൽസിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ നെറ്റ് ഇൻകം റേഞ്ചും ഇൻകം ടാക്സ് റേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ് ടു 2,50,000 നില്ലാണ്. പിന്നെ 2,50,000 ആൻഡ് 1 to 5 lakh 5%, 5 lakh and 1 to 10 lakh 20%, above 10 lakh 30%. ഇനി സീനിയർ സിറ്റിസൺസിൻ്റെ കേസിൽ 60 to 80 ഇയേഴ്സിൽ വരുന്ന അവരുടെ നെറ്റ് ഇൻകം റേഞ്ചും ഇൻകം ടാക്സ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ് ടു 3 lakh നിൽ, 3 lakh and 1 to 5 lakh 5%, 5 lakh and 1 to 10 lakh 20%, above 10 lakh 30%. ഇനി സൂപ്പർ സീനിയർ സിറ്റിസൺസിൻ്റെ കേസാണ്, അതായത് 80 ഇയേഴ്സിൻ്റെ മുകളിൽ വരുന്നത്. അപ് ടു 5 lakh നിൽ, then 5 lakh and 1 to 10 lakh 20%, above 10 lakh 30%. ഇനി സെക്ഷൻ 150 BACയിൽ വരുന്ന ടാക്സ് റേറ്റ്സ് ആണ്. ഇത് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആണ്. അപ് ടു 2,50,000 നിൽ, 2,50,000 to 5 lakh 5%, 5 lakh and 1 to 7,50,000 10%, 7,50,000 and 1 to 10 lakh 15%, 10 lakh and 1 to 12,50,000 20%, 12,50,000 and 1 to 50 lakh 25%, above rest 50 lakh 30%. ഇതിൻ്റെ ഒപ്പം നമുക്ക് സർചാർജും ആഡ് ചെയ്യാനുണ്ട്. അതായത് 50 ലാക്ക് ടോട്ടൽ ഇൻകം 50 ലാക്കിന് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 10% ഓഫ് ഇൻകം ടാക്സ് ആണ് സർചാർജ്. 1 crore എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 50% ആണ്. 2 crore എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 25% ആണ്. 5 crore എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 37% ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് 4%. ഇനി ഇൻകം ടാക്സ് റേറ്റ് ഫോർ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിലെ ഇൻകം ടാക്സ് റേറ്റ് ആണ്. അവർക്ക് 30% ആണ് ടാക്സബിൾ ആവുന്നത്. അതിൻ്റെ ഒപ്പം സർചാർജ് ഒരു 12% ഉണ്ട്. അതും ടോട്ടൽ ഇൻകം 1 crore എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 12% സർചാർജ് ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 4% ആണ്. ഇനി ഇൻകം ടാക്സ് റേറ്റ് ഫോർ കമ്പനീസ് ആണ്, അതും ഡൊമസ്റ്റിക് കമ്പനീസാണ് പറയുന്നത്. ഇവിടെ സെക്ഷൻ 150 BA ആണ് ഫസ്റ്റ് പറയുന്നത്. അതിൽ ടാക്സ് റേറ്റ് 25%, സർചാർജ് 7% ഓർ 12% ആണ് പറയുന്നത്.
അതായത് ഇപ്പോൾ 1 ക്രോറിൻ്റെയും 10 ക്രോറിൻ്റെയും ഇടയിലാണ് ടോട്ടൽ ഇൻകം വരുന്നെങ്കിൽ സർചാർജ് 7%ഉം മോർ ദാൻ 10 ക്രോർ ആണെങ്കിൽ സർചാർജ് 12%ഉം ആണ്. ഇനി സെക്ഷൻ 115BAA അവിടെ ടാക്സ് റേറ്റ് 22% ആണ്, സർചാർജ് 10% ആണ്. ഇനി സെക്ഷൻ 150BAB ടാക്സ് റേറ്റ് 15% ആണ്, സർചാർജ് 10% ആണ്. പിന്നെ സെക്കൻഡ് ഷെഡ്യൂൾ ടു ഫിനാൻസ് ആക്ട് 2020 ടാക്സ് റേറ്റ് പറഞ്ഞത് 25%ഉം സർചാർജ് 7% ഓർ 12%. അതായത് ടോട്ടൽ ഇൻകം 1 ക്രോറിൻ്റെയും 10 ക്രോറിൻ്റെ ഇടയിലാണെങ്കിൽ 7%ഉം മോർ ദാൻ 10 ക്രോർ ആണെങ്കിൽ 12%ഉം. ഇനി അതർ കേസസിൽ 30%ഉം. സർചാർജ് പിന്നെയും 7% അല്ലെങ്കിൽ 12% വരുന്നത്. ഇനി ഇവിടെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഉണ്ട് 4%. ഇനി ഫോറിൻ കമ്പനീസിൻ്റെ കേസാണ് പറയുന്നത്. ഇവിടെ ടാക്സ് റേറ്റ് 40% ആണ്. ഇതിൻ്റെ കൂടെ സർചാർജ് ഉണ്ട്. അതായത് 1 ക്രോർ ടു 10 ക്രോർ ആണെങ്കിൽ 2%ഉം 10 ക്രോർ ആണെങ്കിൽ 5%ഉം ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 4%. ഇനി നമ്മൾ ഇൻകം ടാക്സ് റേറ്റ് ഫോർ HUF, AOP, BOI or any other artificial judicial person. നോർമൽ സ്ലാബ് റേറ്റ്സ് ആണ് അവരുടെ. അപ് ടു 2,50,000 നില്ലാണ്, 2,50,000 to 5 lakh 5% ആണ്, 5 lakh to 10 lakh 20% ആണ്, എബൌട്ട് 10 lakh 30% ആണ്. അതിൻ്റെ കൂടെ സർചാർജും കൂടെ ഉണ്ട്. അതായത് 10% ഓഫ് ഇൻകം ടാക്സ്, അതും 50 ലാഖിൽ ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 10%ഉം 1 ക്രോറിന് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 15%ഉം 2 ക്രോറിന് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 25%ഉം 5 ക്രോറിന് ടോട്ടൽ ഇൻകം എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 37%ഉം ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒരു 4% ഉണ്ട്. ഇനി HUFൻ്റെ കേസാണ്. അതിന് സെക്ഷൻ 150BAC പ്രകാരമാണ്. ഇവിടെ അപ് ടു 2,50,000 നില്ലാണ്, 2,50,000 ആൻഡ് 1 to 5 lakh എന്ന് പറയുന്നത് 5% ആണ്, 5 lakh ആൻഡ് 1 to 7,50,000 10% ആണ്, 7,50,000 ആൻഡ് 1 to 10 lakh എന്ന് പറയുന്നത് 15% ആണ്. പിന്നെ 10 lakh ആൻഡ് 1 to 12,50,000 എന്ന് പറഞ്ഞാൽ 20% ആണ്, 12,50,000 ആൻഡ് 1 to 50 lakh എന്ന് പറഞ്ഞാൽ 25% ആണ്, എബോവ് 15 lakh എന്ന് പറഞ്ഞാൽ 30% ആണ്. ഇനി സർചാർജിൻ്റെ കേസ് പറയുന്നത്, അതായത് 15 ലാഖിൻ്റെ മുകളിലാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ 10% സർചാർജ്, 1 ക്രോറിൻ്റെ മുകളിലാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ 15% സർചാർജ്, 2 ക്രോറിൻ്റെ മുകളിലാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ 25% സർചാർജ്, 5 ക്രോറിൻ്റെ മുകളിലാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ 37% സർചാർജ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസിലുള്ള ഇൻകം ടാക്സ് സ്ലാബാണ്. അപ് ടു 10,000 10% ആണ്, 10,000 to 20,000 20% ആണ്, എബോവ് 20,000 30% ആണ്. അതിൻ്റെ ഒപ്പം ഒരു സർചാർജ് ഉണ്ട് 12%. അതായത് ടോട്ടൽ ഇൻകം 1 ക്രോർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 12% സർചാർജ് ഉണ്ട്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% ഉണ്ട്. ഇനി സ്പെഷ്യൽ ടാക്സ് റെജീമാണ് അണ്ടർ സെക്ഷൻ 150BAD. ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കേസാണ് പറയുന്നത്. ഇതിൽ 22% ആണ്. അതിൻ്റെ കൂടെ സർചാർജ് 10%. അത് ഏതൊരു കേസിലായാലും സർചാർജ് 10% ആണ്. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഇനി ഇൻകം ടാക്സ് ഇൻ കേസ് ഓഫ് ലോക്കൽ അതോറിറ്റീൻ്റെ കേസാണ്. ഇവിടെ 30% ആണ് ടാക്സ് റേറ്റ്. 1 ക്രോർ ടോട്ടൽ ഇൻകം 1 ക്രോർ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ 12%. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 4%. നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു.